ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനിൻ്റെ പനഞ്ഞിലും അതിൻ്റെ മുട്ടയും കൊണ്ട് ഒരു തോരനാണ്. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പിൽ വെച്ചു. അത് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുകും പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവോളയും ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ഇട്ടത്. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. സവോള നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഈ ഉപ്പിടുന്നത് നല്ലതാണ്. അതും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തു. അതും ആഡ് ചെയ്തതിന് ശേഷം അതും ഇളക്കി കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറുന്നവരെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ പനിഞ്ഞിലും ഈ മുട്ടയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനകത്തിൽ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് ഇതാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ച് ആവിയിൽ വേവിച്ചെടുത്തു. ഒരു 2 മിനിറ്റ് നേരം അതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തു. അതിനുശേഷം ഞാൻ തുറന്ന് വെച്ച് വീണ്ടും ഇളക്കി കൊടുത്തു. അപ്പോഴും വെള്ളം അതിനകത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ട് അത് കുറച്ച് നേരം കൂടി വേവാനായിട്ട് വിട്ടു. അത് വീണ്ടും ആ വെള്ളമെല്ലാം വറ്റി വന്നപ്പോഴും ഞാൻ വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തു. നമ്മുടെ ആവശ്യാനുസരണം നമുക്കിടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുത്തത്. അതുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അത് ഞാൻ വീണ്ടും അടച്ചു വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ തേങ്ങയും ഈ പനിഞ്ഞിനും എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം കൂടി മൊത്തത്തിൽ അതിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് അങ്ങനെ ഞാൻ ഒന്നുകൂടി ഒതുക്കി വെച്ച് അടച്ചു വെച്ചു. അതിന് ശേഷം അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് അത് ഒന്നുകൂടി ഇളക്കി കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്നുകൂടി ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അത് നന്നായിട്ട് ഞാൻ ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ടുള്ള തോരൻ അങ്ങനെ റെഡിയായി. എല്ലാവർക്കും ഇഷ്ടമായാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.